In a DC generator, the critical resistance can be increased by. Sir, അത് മോട്ടോർ ജനറേറ്റർ ആണോ ഡിപ്പെൻഡ് ചെയ്യില്ല. യെസ്, എക്സാക്ട്ലി. പ്രിൻസ് പറഞ്ഞു ഇത് നോർത്ത് പോള് ഇത് സൗത്ത് പോള് ഏതാക്കണം എന്നുള്ളത് ഈ മെഷീൻ മോട്ടറായിട്ട് ആക്ട് ചെയ്യണോ ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. അതിനേക്കാൾ ഉപരി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഏത് ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയും ഇത് ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് നോർത്ത് പോൾ സൗത്ത് പോൾ ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് മോട്ടറിന്റെ ജനറേറ്റർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വിൽ ഡിസ്കസ് ദാറ്റ്. ഏത് സൈഡിൽ നോർത്ത് പോൾ സൗത്ത് പോൾ എവിടെ വെക്കണം എന്നുള്ളത് വിൽ ഡിസ്കസ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. Yes. Can I move to next question? Yes. Okay. ഇത് നല്ലൊരു ചോദ്യമാണ്. The question is very short. അല്ലെ, ക്വസ്റ്റ്യൻ ഭയങ്കര ഷോർട്ട് ആയിട്ടാണ് എഴുതിക്കുന്നത്. പക്ഷെ യു ഷുഡ് തിങ്ക് അബൌട്ട് ദിസ്. ഐ വിൽ ഗിവ് യു 2 minutes. 2 minutes ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഗ്രാഫുകളൊക്കെ വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. In a DC generator, the critical resistance can be increased by. ഒരു DC ജനറേറ്ററിന്റെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരുന്നു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? Say if you are plotting the terminal voltage V versus the field current IF, V or E, എന്നാലും കുഴപ്പമില്ല, let it be E, IF, induced EMF ഉം IF ഉം തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, it is not starting from 0, you will have a back EMF, so it's starting from a specific value. Once you are increasing the IF കൂടുന്നതിനനുസരിച്ച് ഇത് ലീനിയർ ആയിട്ട് കൂടും. ലീനിയർ ആയിട്ട് കൂടി ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ സാച്ചുറേഷൻ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, field resistance. How can you find the field resistance? Field resistance എന്ന് പറഞ്ഞാൽ field resistance RF is nothing but V by RF. അല്ലെ, ഫീൽഡ് സർക്യൂട്ടിലത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്, സോറി, V by IF. V by IF ആണ് RF, നമുക്കറിയാവുന്നതാണ് അല്ലെ. Now say the motor is operating at this point. ഈ പോയിന്റിലാണ് മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ if you are drawing a straight line from origin, you'll get a line. This line is called, ഈ ലൈൻ എന്താണെന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? If you remember, ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ യെസ് RF എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ സ്ലോപ്പ് RF ആയിരിക്കും. കറക്റ്റ്, ഈ ലൈൻ്റെ സ്ലോപ്പ് RF ആയിരിക്കും. ആൻഡ് ദിസ് ലൈൻ ഇസ് കോൾഡ് ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ. ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ. So if you are taking the slope of this, ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ you will get RF. Slope is equal to RF. ഈ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈനിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ RF കിട്ടും. Now if you are drawing this, say, ഞാനൊന്നുകൂടി മാറ്റി വരയ്ക്കണോ? വേണ്ട, കളർ മാറ്റാം. Say this is set resistance. Now if you have one more resistance, can be, if the operating point is here, you will get a line like this. If the operating point is here, you will get another line like this. Say this is R3, this is R1, this is R2. വരച്ചിരിക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? മാറ്റി വരയ്ക്കണോ? യെസ്, ഇൻക്രീസിങ് സ്പീഡ്, ഇൻക്രീസ്. ഓക്കെ, എൻ്റെ ആൻസർ ആണ് പറഞ്ഞത് അല്ലേ, ഇൻക്രീസിങ് സ്പീഡ്. യെസ്, എക്സാക്ട്. ബാക്കിയുള്ളവരൊന്ന് ശ്രദ്ധിക്കാം. ഈ റെസിസ്റ്റൻസ്, ഇതിൽ ഏത് ലൈനിനാണ് സ്ലോപ്പ് കൂടുതലുള്ളത്? R1, R2, R3 എന്നുള്ള 3 ലൈനുകൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇതിന് ഏതിനാ സ്ലോപ്പ് കൂടുതൽ? R3 അല്ലേ. ദാറ്റ് മീൻസ് R1 ഈസ് ലെസ് ദാൻ R2 ഈസ് ലെസ് ദാൻ R3. അപ്പൊ ഫീൽഡ് റെസിസ്റ്റൻസ് കൂട്ടുന്തോറും ഈ ലൈൻ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ R3 എന്നുള്ള ഒരു വാല്യൂവിനെക്കാട്ടിലും കൂട്ടി എന്ന് വിചാരിക്കാം. If you are increasing the field resistance further R3, you will end up the line like this. അല്ലെ, R4 ഇങ്ങനെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതിന്റെ കട്ട് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ഈസ് നോട്ട് ബിൽഡഡ് അപ്പ്. വോൾട്ടേജ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ദിസ് ലൈൻ
the resistance corresponding to the line which is exactly the tangent of this characteristics, ഈ വരച്ചിരിക്കുന്ന characteristicsന്റെ tangent ആയിട്ട് പോകുന്ന line, that is nothing but the R3 എന്ന് പറയുന്ന ലൈനാണ് ടാൻജന്റ് ആയിട്ട് പോകുന്നത് അല്ലെ. അതിനേക്കാട്ടും കൂടുതൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഫീൽഡ് സർക്യൂട്ടിൽ വെക്കുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. Okay, so the word meaning or the definition of the critical resistance is, critical resistance എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Critical resistance എന്ന് പറഞ്ഞാൽ, critical resistance is the maximum allowable field resistance further which no more voltage is induced. അല്ലെ, ഈ റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കൂടിയ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഫീൽഡ് സർക്യൂട്ടിൽ വെക്കുന്നതെങ്കിൽ ആ ജനറേറ്ററിന് ഒരിക്കലും വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. Now the question is maximum field resistance for which voltage buildup takes place. Yes, exactly. Yes. അതിനേക്കാളും കൂട്ടി കഴിഞ്ഞാൽ വോൾട്ടേജ് ബിൽഡപ്പ്. Now the question is, how can you change this critical resistance? Critical resistance കൂട്ടാനായിട്ട് എന്താ ഒരു വഴിയുണ്ട്? Just think of it. Options are increasing the field resistance, increasing the speed, decreasing the speed. Simple one, increasing the speed. Hello. Is it clear now? Okay. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Is it clear now? Yes. Okay, good. അപ്പോൾ ഈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടണമെങ്കിൽ ഈ R3 മാറ്റിയിട്ട് R4 ആക്കണം. എനിക്ക് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് R3 മാറ്റിയിട്ട് R4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്ന് മുകളിലേക്ക് പൊന്തിച്ചാൽ മതി അല്ലേ? ഐ വിൽ റീഡ്രോ ദ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ കേസിലെ R3 ഇതാണ്. ഇത് R4 ആക്കണമെങ്കിൽ, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് R4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ മാറ്റിയിട്ട് ഷുഡ് ഗെറ്റ് എ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ദിസ് അല്ലെ. ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നെങ്കിൽ R4 നമുക്ക് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആക്കായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ ലെറ്റ് ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ബി, ഇങ്ങനെ മാർക്ക് ചെയ്യണ്ടേ, ലെറ്റ് ഇറ്റ് ബി 1 and this let it be 2. അപ്പോൾ 1 നിന്ന് 2ലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? The left hand side this axis is E and this is IF. അപ്പോൾ ഇത് കൂട്ടണം. ഇത് കൂട്ടാൻ മീൻസ് E കൂട്ടണം. Induced EMF E is proportional to N into 5 അല്ലേ? ഫ്ലക്സ് കൂടുന്നുണ്ടോ? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കാൻ വിചാരിക്കാം. യു ആർ നോട്ട് ചേഞ്ചിങ് എനിത്തിങ് ഇൻ ദ ഫീൽഡ് സർക്യൂട്ട് ഒരു ചേഞ്ച് വരുത്തുന്നില്ലെങ്കിൽ സ്പീഡ് മാറ്റിയാൽ മതി അല്ലേ? അപ്പൊ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF E കൂട്ടാം. So this is let the speed be N1 for this case. ഈ സ്പീഡ് N1 ആണെന്ന് വിചാരിക്കാം. മുകളിലത്തെ സ്പീഡ് N2 ആണ്. This speed is N2 and we know that N2 is greater than N1 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിന് മൊത്തത്തിൽ നമുക്ക് മുകളിലേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ R3യിൽ നിന്നും R4 ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ സ്പീഡ് N1ൽ നിന്നും N2 ആയിട്ട് കൂട്ടിയാൽ മതി. സോ ദ ഓപ്ഷൻ ഈസ് ഏതാ ആൻസർ വരാം? യെസ്, ഓപ്ഷൻ ബി. We'll move to next question. Following energized winding of a DC machine should not be opened as it would produce high inductive voltage which may be dangerous to personnel and may cause its own insulation failure. ഈ ക്വസ്റ്റ്യൻസ് ഈ അവസാനം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഇറ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ഇൻ ദ ഗ്രൂപ്പിൽ ആരോ ഡൗട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
That is why the second question is the repetition of the same question that you have done earlier. രണ്ടു ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതായിട്ട് വരുന്നത്. വായിച്ചോക്കെ. ഫോളോയിങ് എനർജൈസ്ഡ് വൈൻഡിങ് ഓഫ് എ DC മെഷീൻ ഷുഡ് നോട്ട് ബി ഓപ്പൺഡ്. ഏതെങ്കിലും എനർജൈസ് ചെയ്തിരിക്കുന്ന ഒരു വൈൻഡിങ്, ഏത് വൈൻഡിങ് ആണ് ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്തതെന്ന്? ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈ ഇൻഡക്ടൻസ് വോൾട്ടേജ് വിച്ച് മേ ബി ഡേഞ്ചറസ് ടു പേഴ്സണൽ ആൻഡ് മേ കോസ് ഇറ്റ്സ് ഓൺ ഇൻസുലേഷൻ ഫെയിലിയർ. അല്ലെ, അത്രയധികം വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അത് ഏത് വൈൻഡിങ് ആയിരിക്കും? ഓപ്ഷൻ എ സീരീസ് ഫീൽഡ്, ഓപ്ഷൻ ബി ഇന്റർപോൾ ഫീൽഡ്, ഓപ്ഷൻ സി കോമ്പൻസേറ്റിംഗ് ഫീൽഡ്, ഓപ്ഷൻ ഡി ഷണ്ട് ഫീൽഡ്. ഇതിൽ ഏത് ഫീൽഡാണ് നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുള്ളത്? യെസ്, ഓപ്ഷൻ ഡി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെ. ഷണ്ട് ഫീൽഡ് നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു, അത് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിലെത്തും, അവിടുത്തെ കറണ്ട് ഭയങ്കരമായിട്ട് കൂടും, അല്ലെ? അപ്പോൾ സീരീസ് ഫീൽഡും ഇന്റർപോൾ ഫീൽഡും കോമ്പൻസേറ്റിംഗ് ഫീൽഡും ഒന്നും ഓഫ് ചെയ്താൽ അത്ര പ്രശ്നങ്ങളില്ല. ആൻഡ് വി നോ ദാറ്റ് ദ ഫീൽഡ് സർക്യൂട്ട്, ഏതെങ്കിലും തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഏത് സർക്യൂട്ട് ആണെങ്കിലും ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് റിയാക്ടൻസ്. ഒരു ഇൻഡക്ടൻസ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടൻസ് ഉള്ള ഏതൊരു സർക്യൂട്ട് ആയാലും അതിനെ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ഷണ്ട് ഫീൽഡ് നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ പാടില്ല, ഓപ്പൺ ചെയ്യാൻ പാടില്ല, ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പാടില്ല. Okay, I think no explanation is needed for this question as we have discussed earlier. Right, can I move to next question? Yes. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 DC shunt generators, ജനറേറ്റർ ആണ് കേട്ടോ, DC shunt generator ആണ്, 2 ജനറേറ്റർ, each with armature resistance of 0.02 ohms and field resistance of 50 ohms. രണ്ടും സെയിം ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്, സെയിം ഫീൽഡ് റെസിസ്റ്റൻസ് ആണ്. റൺ ഇൻ പാരലൽ ആൻഡ് സപ്ലൈസ് ടോട്ടൽ കറന്റ് ഓഫ് 1000 ആംപിയേഴ്സ്. 1000 ആംപിയർ ആണ് ഇവർ രണ്ടാളും കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട്. ടു ദ ലോഡ് സർക്യൂട്ട് ഇഫ് ദർ ഇസ് EMF R. EMF തന്നിട്ടുണ്ട്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെർമിനൽ വോൾട്ടേജുകൾ, ടെർമിനൽ വോൾട്ടേജ് അല്ല, ഇൻഡ്യൂസ് EMF. ടെർമിനൽ വോൾട്ടേജ് സെയിം ആണല്ലോ, രണ്ടും പാരലായിട്ടാണല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് രണ്ടിന്റെ സെയിം ആയിരിക്കും. സോ എന്റെ ഇൻഡ്യൂസ്ഡ് EMF E ആണ് തന്നിരിക്കുന്നത്, E. So the value of E is given as 270 volt for first generator, and in the second generator the value is 265 volt. 265 volt. Their bus bar voltage and the terminal voltage രണ്ടും കൂടി കണക്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാരലായി കണക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ആ ബസ് ബാർ വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാം. How will be the terminal voltage? Any idea ഉണ്ടോ? ഇത് സോൾവ് ചെയ്യാതെ, if you are not knowing exactly the conventional equations behind this, you can just see the values and come to a conclusion. ഈ വാല്യൂസ് തന്നിട്ട് കണ്ടിട്ട് മാത്രം നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റണം. 1000 ആംപിയർ ആണ് രണ്ടുപേര് കൂടിയിട്ട്, 2 ജനറേറ്റർ കൂടി കണക്ട് ചെയ്ത്. If you draw the figure you will be more clear. Say you have a DC machine here. This is the shunt circuit. This is the armature circuit. And for the second machine, this is the armature. This is the shunt. ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ലോഡ്. So this is my load. Say this is EG1, RA1,
F1. This is EG2 A2 F2. You are asked to find the voltage here. Option D. Yes. ലക്ഷ്മിയുടെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൺവെൻഷനിലുള്ള ഇക്വേഷൻസ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബട്ട് ദ വെരി ബേസിക്, ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു കം ഇൻ മൈൻഡ് ദാറ്റ്, ഒരു കാര്യം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത്, രണ്ടും ഐഡന്റിക്കൽ മെഷീൻ ആണ് അല്ലെ. 2 DC ഷൺമേറ്റേഴ്സ് വിത്ത് സെയിം ആർമേച്ചർ റെസിസ്റ്റൻസ് വിത്ത് സെയിം ഫീൽഡ് റെസിസ്റ്റൻസ്. രണ്ടിന്റെയും ആർമേച്ചർ ഫീൽഡ് റെസിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് ആർ ഇൻ ദ വോൾട്ടേജസ്. EG1 ഉം EG2ലാണ് വ്യത്യാസം. ദിസ് ഈസ് EG1, ദിസ് ഈസ് EG2. EG1ൽ EG2ൽ മാത്രമാണ് വ്യത്യാസം. അതും 5 വോൾട്ടിന്റെ വ്യത്യാസമുള്ളൂ അല്ലെ. ജസ്റ്റ് തിങ്ക് ഓഫ് കൺവെൻഷനലി 1000 ആംപിയർ ആണ് ലോഡിലേക്ക് പോകുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന കറണ്ടും ഇവിടുന്ന് വരുന്ന കറണ്ടും രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 1000 കിട്ടുക. സേ ദിസ് വിൽ ബി നിയർലി ഈക്വൽ ടു 500 ഈച്ച് അല്ലെ. എക്സാക്ട്ലി ആയിരിക്കില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. സിൻസ് യു ഹാവ് എ സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡ്യൂസ്ഡ് EMF EG1 ഉം EG2 തമ്മിൽ ആകെ 5 വോൾട്ടിന്റെ വ്യത്യാസമുള്ളൂ. ഇൻ ദ സെയിം മാനർ യു വിൽ ഹാവ് എ മാക്സിമം 10 ആംപിയറിന്റെ വ്യത്യാസമൊക്കെ ഇത് തമ്മിൽ ഉണ്ടാവുള്ളൂ. സേ ദിസ് ഈസ് 500 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 500 ആണെങ്കിൽ if you see the equation, V is equal to E plus IARA ആണ് അല്ലെ. ജനറേറ്റർ ആണ്, ജനറേറ്റർ ആകുമ്പോൾ V is equal to E plus IARA ആണ്. E എത്രയാ? E, let it be EG1, which is 270. Sorry, E minus അല്ലേ, E minus. Okay. പുറത്തേക്കാണ് കറണ്ട് കേട്ടോ. അപ്പോൾ ഹയർ വോൾട്ടേജ് വിൽ ബി E ആണ് ഹയർ വോൾട്ടേജ് വരാം. സോ V is equal to E minus IRA. So E is let it be 270 minus IA, let it be 500. 500 ആണ് ഒരു മെഷീനിൽ വരുന്ന കറണ്ട് into armature resistance. Armature resistance is 0.02. So this value will be എത്രയായിരിക്കും? 260. Right, 260 volt ആണ് ഇത് വരുന്നത്. ആൻഡ് വി നോ ദാറ്റ് ദിസ് വാല്യൂ ഇസ് നോട്ട് കറക്റ്റ്. ഈ 500ന്റെ അടുത്തായിരിക്കും നമുക്കറിയുള്ളൂ. 500നെക്കാളും കൂടാം കുറയാം. അപ്പോൾ ഈ 270 വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ 270 എന്ന് വരുന്ന കറണ്ട് കൂടുതലായിരിക്കും കുറവായിരിക്കും കമ്പയർ ടു EG2. ഇത് 270 ആണ് EG1 എന്ന് വിചാരിക്കാം. EG2 265 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ഏത് മെഷീൻ, EG1 എന്നുള്ളതാണോ EG2 എന്നുള്ള കറണ്ട് ആണോ, ഏത് കറണ്ട് ആയിരിക്കും കൂടുതലുണ്ടാവുക? ബൈ സീയിങ് ദിസ് ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ എന്തായിരിക്കും, ഏതിനാണോ കൂടുതൽ വോൾട്ടേജ് അവിടെ നിന്നായിരിക്കും കൂടുതൽ കറണ്ട് വരിക അല്ലെ. സോ EG1 പ്രൊഡ്യൂസസ് മോർ കറണ്ട്, അതായത് 500നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. 500നേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് വേണം? ഈ വാല്യൂ നമുക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 10 ആണ് അല്ലെ. അപ്പോൾ ഈ 500 കുറച്ച് കൂടി കഴിഞ്ഞാൽ 10 എന്നുള്ള വാല്യൂ കുറച്ച് കൂടും, 11 ഒക്കെ ആവും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എ വോൾട്ടേജ് വിച്ച് ഈസ് ലെസർ ദാൻ 260 അല്ലെ. 260യേക്കാളും താഴെയുള്ള ഒരു വോൾട്ടേജ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. സോ ദാറ്റ് വേ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. 257.5 ആണ് ആകെയുള്ള ഒരു വാല്യൂ വിച്ച് ഇസ് ലെസ് ദാൻ 260. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൺവെൻഷനലി ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. സേ this is your IA1 and this is your IA2. You may get some doubt that ഇതല്ലേ IA1, ഇവിടുന്ന് ആർമേച്ചറിന് വരുന്നതല്ലേ IA1, അതിലെ ഫീൽഡ് കറണ്ട് കുറച്ച് ഇവിടേക്ക് പോയതിനു ശേഷം ബാക്കിയുള്ളതല്ലേ IA1 പ്രത്യേക ലോഡിലേക്ക് വരുന്നുള്ളൂ. ബട്ട് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് RF resistance will be very high compared to the armature resistance and other parameters. So the current flowing through this shunt branch can be neglected. ആർമേച്ചർ കറണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഫീൽഡ് കറണ്ട് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് ഫീൽഡ് കറണ്ടിനേക്കാളും വളരെ വലുതാണ്. സോ യു കൻ ഈസിലി നെഗ്ലെക്ട് ദിസ് വാല്യൂ. ഈ IFന്റെ വാല്യൂ തൽക്കാലം അത് നെഗ്ലെക്ട് ചെയ്യാം. സോ വി നോ ദാറ്റ് IA1 plus IA2 is equal to 1000. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. Now we know that E is equal to V plus IARA, or in other words IA is equal to E minus V by RA. ശരിയല്ലേ? Now IA1, substituting this equation here, IA1 can be written as E1 minus V divided by RA1 plus IA2 will be E2 minus V by RA2 is equal to 1000. Okay. V same ആണ് അല്ലേ. ഈ വോൾട്ടേജ് ആണ് V, ഈ വോൾട്ടേജ് ആണ് V, ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദിസ് ലോഡ് ഈസ് V. സോ ഈ V രണ്ട് മെഷീനെ സംബന്ധിച്ചിടത്തോളം ഈ V ടെർമിനൽ വോൾട്ടേജ് is same. So E1 the value is E1 is 270 minus V by RA1 is 0.02 plus 265 minus V divided by 0.02 is equal to 1000.
സോൾവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? -535, 535 minus 2v is equal to 1000 into 0.02, which is 20. So 2v is equal to 515. So v is 257.5. 257.5. So the answer is option D, 257.5 ആണ് കേട്ടോ, 0.4 അല്ല, 0.5. 257.5. Is it clear? Yes. Yes. Okay. So DC മെഷീനിലെ എന്ത് പ്രോബ്ലം ചോദിച്ചാലും യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദ ബേസിക് ഇക്വേഷൻ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി കേട്ടോ. V is equal to E minus IRA എന്നുള്ള ഒറ്റ ഇക്വേഷൻ മാത്രമാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തത്. DC മെഷീനിലെ എല്ലാ പ്രോബ്ലംസും ലോഡായിട്ട് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിച്ചാലും the first thing comes to your mind should be the torque. Load torque is proportional to flux into IA. Induced EMF നെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ induced EMF is proportional to flux into speed, N into phi. ഇനി സ്പീഡും ഫ്ലക്സും നമ്മൾ റിലേഷൻ ആണെങ്കിൽ അതൊക്കെ ഇതൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാം, ബാക്കി എല്ലാം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, this type of questions can be expected, but I'm not going to the details of behind this. Okay, we'll just see the question. Consider a loaded DC generator operating at rated voltage. ഒരു ലോഡ് ചെയ്തിട്ടുള്ള ഒരു DC മെഷീൻ ലോഡഡ് കണ്ടീഷൻ ആണ് കേട്ടോ. The magnetic flux density is higher at upper pole tip of നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടണത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ഹയർ അറ്റ് അപ്പർ പോൾ ടിപ്പ് ഓഫ് ഏതായിരിക്കും? നമ്മൾ നേരത്തെ ഒരു ഫിഗർ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ. 3 കേസുകൾ വരച്ച് ആർമേച്ചർ റിയാക്ഷനുള്ള 3 കേസുകൾ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ദിസ് ഇസ് നോർത്ത് പോൾ, ദിസ് ഇസ് സൗത്ത് പോൾ. മെയിൻ ഫീൽഡ് ഫ്ലക്സ് നേരെ സ്ട്രേറ്റ് ആയിട്ട് പോകും, ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫീൽഡ് ഫ്ലക്സ് നേരെ ഓപ്പോസിംഗ് ആയിട്ട് പോകും. ഇഫക്റ്റീവ്ലി ഫൈനലി യു വിൽ ഗെറ്റ് എ ഡിസ്റ്റോർട്ടഡ് ഫ്ലക്സ് ലൈക്ക് ദിസ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. യെസ് ലക്ഷ്മിപ്രിയ റിങ്ങിൽ ആൻസർ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. മോട്ടറിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക കേട്ടോ. മോട്ടറിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനെ ബാധിക്കുന്നില്ല. ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താലും ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പൊ നോർത്ത് പോളിന്റെ അപ്പർ പാർട്ടിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂടി, ലോവർ പാർട്ടിൽ ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞു. ഓപ്പോസിറ്റ് ഓഫ് സൗത്ത് പോൾ. സൗത്ത് പോളിന്റെ അപ്പർ ടിപ്പിലെ ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞു, ലോവർ ടിപ്പിലെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടി. ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ. ഓക്കെ, മോട്ടർ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക കേട്ടോ. മോട്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഹയർ ഫോർ സൗത്ത് പോളിലാണ് ഉണ്ടാവുക മോട്ടർ ആയിരുന്നെങ്കിൽ. ജനറേറ്റർ ആയതുകൊണ്ട് ഹയർ ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് നിയർ നോർത്ത് പോൾ. സി ആണ് പറഞ്ഞത്, സൗത്ത് പോൾ മോട്ടർ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. സി ആയിരുന്നു പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോൾ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ്. ഇത് നമ്മൾ ജനറേറ്ററിന്റെ ആർമേച്ചർ റിയാക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഇതിനൊരു സ്ക്യൂനെസ് ഉണ്ടാവും, ഒന്ന് ചെരിഞ്ഞിട്ടാണ് പോകുന്നുണ്ടാവുക. ഇപ്പൊ നോർത്ത് പോളിന്റെ അപ്പർ ടിപ്പിലെ ജനറേറ്ററിന്റെ കേസിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും, സൗത്ത് പോളിന്റെ ലോവർ ടിപ്പിലും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. മോട്ടറിന്റെ കേസിലാണെങ്കിലോ, മോട്ടർ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും കേട്ടോ. Say this is North Pole, this is South Pole. So instead of coming from here, it will be like this. ഇങ്ങനെയായിട്ടായിരിക്കും ഫോർ ദ കേസ് ഓഫ് മോട്ടർ. മോട്ടറിലെ നോർത്ത് പോളിന്റെ ബോട്ടം സൈഡിലായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുക, സൗത്ത് പോളിന്റെ അപ്പർ ടിപ്പിലായിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുക. Okay, so always make sure that the flux density will be higher at the upper pole tip of north pole for a generator case. Generator ആണെങ്കിൽ നോർത്ത് പോളിന്റെ അപ്പർ ടിപ്പിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതേപോലെ തന്നെ സൗത്ത് പോളിന്റെ ലോവർ ടിപ്പിലും ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇതറിയുന്നുണ്ടാവും അല്ലെ. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഈസ് ഷിഫ്റ്റഡ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ towards which direction for generator operation? ജനറേറ്ററിലെ ഏത് ഡയറക്ഷനായിട്ടായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് പോകുന്നുണ്ടാവുക? എന്താ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്?
അറിയാലോ അല്ലെ? ഓപ്ഷൻ ടുവേർഡ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. യെസ് യെസ് യെസ്, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ന്യൂട്രൽ എവിടെ വരുന്നുള്ളതാണ്. സേ നെഗ്ലക്റ്റിംഗ് ദ ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ മെയിൻ ഫീൽഡ് ഇങ്ങനെയാണ് പോവുക അല്ലെ? അപ്പൊ ഇതിന് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എവിടെയാ? നേരെ പറഞ്ഞു, ഇതാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഇനി സെക്കൻഡ് കേസിലെ ആർമേച്ചർ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ എലോൺ, ആർമേച്ചർ റിയാക്ഷൻ എലോൺ ആയിരുന്നെങ്കിൽ ഫ്ലക്സ് അവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലെ, താഴോട്ടുള്ള ഡയറക്ഷനാണ് ഫ്ലക്സ്. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഈ ഡയറക്ഷനാണ്. ശരിയല്ലേ? ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? അതായത് മെയിൻ ഫീൽഡ് ഈ ഡയറക്ഷനിൽ 5m ആണെന്ന് വിചാരിക്കാം. ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫ്ലക്സ് താഴോട്ടാണ് അല്ലെ, താഴോട്ടുള്ളതാണ് ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫ്ലക്സ്. ഇതിന്റെ റിസൾട്ടന്റ് ഏകദേശം ഇവിടെ ആയിരിക്കും. ഇതാണ് റിസൾട്ടന്റ് ഫ്ലക്സ്. റിസൾട്ടന്റ് ഫ്ലക്സ്, ഈ റിസൾട്ടന്റ് ഫ്ലക്സിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? കൺസിഡർ ദ കേസ് ബോത്ത് ദ മെയിൻ ഫീൽഡ് ആസ് വെൽ ആസ് ആർമേച്ചർ റിയാക്ഷൻ ഫീൽഡ്. അപ്പോൾ ഇതിന്റെ ഫ്ലക്സ് ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു അല്ലെ. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഇവിടെയായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായി? നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. സോ യു ആർ ബേസിക്കലി ഷിഫ്റ്റിംഗ് ദ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഫോർ എ ജനറേറ്റർ ആണെങ്കിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മെഷീൻ. ഓക്കെ, ഏത് ഡയറക്ഷനിലാണോ മെഷീൻ തിരിയണേ, ഇതിന്റെ ഇവിടെ റോട്ടർ ഉണ്ട് അല്ലെ, ഈ റോട്ടർ ഏത് ഡയറക്ഷനിലാണോ തിരിയണേ ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് തിരിയുക. ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ. മോട്ടോർ ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഇങ്ങോട്ടായിട്ടായിരിക്കും തിരിയുക. ഫോർ മോട്ടോർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ആവുക. ഓക്കെ, വാട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ വേണം എന്ത് വെക്കാനായിട്ട്? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലാണ് നമ്മൾ എന്ത് വെക്കാം? ബ്രഷ്. യെസ്, ബ്രഷസ് എപ്പോഴും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലായിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കമ്മ്യൂട്ടേഷൻ വരുമ്പോൾ വെരി ഹൈ വോൾട്ടേജ് ഉണ്ടാവും. അപ്പൊ ബ്രഷ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് വിടുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ബ്രഷ് അവിടെ അനങ്ങാതെ നിൽക്കുന്നു, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഒരു ബ്രഷിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ? അവിടുത്തെ കറണ്ട് സീറോ ആയിരിക്കണം എന്നാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുത്തെ കറണ്ട് സീറോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും അല്ലെ. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ യെസ് എക്സാക്ട്ലി, സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് വോൾട്ടേജ്. ഒരു ഇമ്പൾസ് വോൾട്ടേജ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ചെറിയ വോൾട്ടേജ് ആയിരിക്കും, ബട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ ഇങ്ങനെ സ്പാർക്കിങ് കമ്മ്യൂട്ടേഷൻ വരുമ്പോൾ പെർമനന്റ്ലി കമ്മ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, ബ്രഷ് കത്തിപ്പോകാനൊക്കെ സാധ്യതയുണ്ടാവും. ഓക്കെ, നൗ ദ പ്രോബ്ലം ഈസ്, can you correctly align the brushes in magnetic neutral axis in all the situation? എല്ലാ കേസിലും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ തന്നെ നമുക്ക് ബ്രഷ് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താ? ഇത് എത്രത്തോളം ഷിഫ്റ്റ് ആവും എന്നുള്ളത്, അതായത് ഇത് ഇവിടുന്ന് ഈ തീറ്റ എത്രത്തോളം ഷിഫ്റ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വരാന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ്. ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ് എത്രത്തോളം ഇത് താഴ്ത്തിക്ക് വലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന റിസൾട്ടന്റ് അല്ലെ. ഈ റിസൾട്ടന്റ് ഇവിടെ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫ്ലക്സ് വേരിയബിൾ ആണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഫ്ലക്സ് എങ്ങനെ വേരി ചെയ്യാം? കറണ്ട് മാറുമ്പോൾ ഫ്ലക്സ് മാറും അല്ലെ. ആർമേച്ചർ കറണ്ട് മാറുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫ്ലക്സ് മാറും. ദാറ്റ് മീൻസ് ദിസ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇറ്റ് കീപ് ഓൺ ചേഞ്ചിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് കണ്ടീഷൻ. ലോഡ് കൂടുമ്പോൾ കറണ്ട് കൂടുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കാരണമുള്ള ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ ഡിസ്റ്റോർഷൻ കൂടുതലാവും. ഈ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് കുറച്ചുകൂടി കൂടുതലായിട്ട് തിരിയും, കുറച്ചുകൂടി കൂടുതലായിട്ട് ഡിവേറ്റ് ചെയ്യും. സോ ദിസ് MNA, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, നോട്ട് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഫോർ എ വേരിയബിൾ ലോഡ് ഡ്രൈവ്. ലോഡ് വേരിയബിൾ ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ബ്രഷ് മാറേണ്ടി വരും. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം വിത്ത് ദ DC മെഷീൻ. ഒരു DC മെഷീൻ വേരിയബിൾ ലോഡിലെ ഒരു DC മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതിന്റെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ലോഡ് മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് മാറിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് നമുക്ക് ബ്രഷിന്റെ പൊസിഷൻ മാറ്റാനും പറ്റില്ല. So that is a main disadvantage of using a DC machine for higher power application. Okay, നമുക്ക് അടുത്ത 1-2 ക്വസ്റ്റ്യനിൽ അവസാനിപ്പിക്കാം. Okay, combol windings are connected in. എന്താ combol winding? What do you mean by combol? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? What do you mean by combol?
കോംപോൾ. വേർഡ് മീനിങ് ഓഫ് കോംപോൾ. കോംപോൾ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? കോംപോൾ ഇസ് എ ഷോർട്ട് ഫോം ഓഫ് യെസ് കോമ്പൗണ്ട് അല്ല കേട്ടോ, കോമ്പൻസേറ്റിംഗ് മൈൻഡിങ് അല്ല. ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ്. കമ്മ്യൂട്ടേറ്റിംഗ് പോൾസിന്റെ ഷോർട്ട് ഫോം ആണ് കോംപോൾ എന്ന് വിളിക്കാം. കമ്മ്യൂട്ടേഷൻ പോൾസ് എന്ന് പറയുന്ന പേരാണ് നമ്മുടെ ഇന്റർപോൾസ്. ഇന്റർപോൾ തന്നെയാണ് കോംപോൾ. അപ്പൊ കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ് എന്ന് പറയുന്നതും കോംപോൾ എന്ന് പറയുന്നതും ഇന്റർപോൾ എന്ന് പറയുന്നതും ഒക്കെ സെയിം കാര്യമാണ് കേട്ടോ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വേറെയാണ് കേട്ടോ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വേറെയാണ്. സോ ഇന്റർപോൾ വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ എന്തായിരിക്കും? ഓപ്ഷൻ എന്തായിരിക്കും? സീരീസ് വിത്ത് ആർമേച്ചർ കറന്റ്. ഡൗട്ട് വേണ്ട അല്ലെ? ആർമേച്ചർ കറന്റ് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ആർമേച്ചർ റിയാക്ഷൻ ഒപ്പോസ് ചെയ്യണമെങ്കിൽ സെയിം കറന്റ് തന്നെ ഈ ഇന്റർപോൾസ് കൂടെ പോകണം. ഓക്കെ. വൺ മോർ തിങ് യു ക്യാൻ നോട്ട് ഡൗൺ ഈസ് ഇന്റർപോൾസ് ക്യാൻ ഓൺലി റെഡ്യൂസ് ദ ആർമേച്ചർ റിയാക്ഷൻ എഫക്ട്. റെഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. ഓർ ഇൻ അതർ വേർഡ്സ്, distortion in the resultant flux cannot be compensated. Okay. അപ്പൊ നമ്മൾ ഏകദേശം സെയിം കറണ്ട് തന്നെ നമ്മൾ ഇന്റർപോൾസിലൂടെ പോയി കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ആ റിസൾട്ടന്റ് ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആക്കി നിർത്തിയാലും അതിന് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഓക്കെ. I'm not going to the details of the wave shape of the flux. ഇതിന്റെ ഫ്ലക്സിന്റെ വേവ് ഷേപ്പ് ഒക്കെ പലരും പഠിച്ചിട്ടുണ്ടാവും. If you are interested, you can refer the books. പല ബുക്കുകളും അല്ലെങ്കിൽ you can see the videos by NPTL ഒരു പ്രൊഫസറുടെ വീഡിയോ ഉണ്ട്, IIT ബോംബെയിലെ ഒരു പ്രൊഫസറുടെ വീഡിയോ ഉണ്ട്. അതിലും ആൾ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് വേവ് ഷേപ്പ് ഓഫ് ദ ഫ്ലക്സസ് ഇൻ ഡെസിമേഷൻ. ഇറ്റ്സ് നോട്ട് സൈനസോയിഡൽ അല്ലെ? പ്രതീക്ഷമാണ് സൈനസോയിഡൽ ആയിട്ടുള്ള വേവ് ഷേപ്പ് അല്ല ഉള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഈ ആർമേച്ചർ റിയാക്ഷൻ കൂടി ആകുമ്പോൾ ഈ വേവ് ഷേപ്പ് ആകെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു വേവ് ഷേപ്പ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇന്റർപോൾസ് വെച്ച് കഴിഞ്ഞാലും ഈ ഡിസ്റ്റോർഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഡിസ്റ്റോർഷൻ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ദെൻ യു മേ തിങ്ക് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് ഡിഫറെന്റ് ഫ്രം ഇന്റർപോൾസ്. ഈ പറഞ്ഞ ഇന്റർപോളും കോംപോളും ഇന്റർപോളും ഈ മൂന്ന് പേരും സെയിം തന്നെയാണ്. ഈ മൂന്ന് പേരും ഈസ് സിനോണിംസ് ഓഫ് ദ സെയിം തിങ്. നെക്സ്റ്റ് ഈസ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്തിനാ? വാട്ട്സ് ദ മെയിൻ പർപ്പസ് ഓഫ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് in decimation? എന്തിനാ? ആരെന്താ? someone please answer. comment. Yes, ഇതിനു വേണ്ടിയിട്ട് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. The compensating windings are like this. Say your pole is like this. ഇതാണ് പോൾ എന്ന് വിചാരിക്കാം. ഇതിന്റെ ഉൾഭാഗത്ത് ആയിട്ടായിരിക്കും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ഉണ്ടായിരിക്കാം. ഇതിന്റെ ഉള്ളിൽ, അതായത് പോൾ ഷൂവിന്റെ ഉള്ളിലായിരിക്കും ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉണ്ടായിരിക്കാം. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലും എന്ത് കറണ്ട് പോകണം? ദ സെയിം ആർമേച്ചർ കറണ്ട് തന്നെ ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൽ കൂടിയും പോകണം. അപ്പോ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് ആർ ഹൗസ്ഡ് ഇൻസൈഡ് ദ പോൾ ഫേസ്. പോൾ ഫേസിന്റെ ഉള്ളില് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ കറന്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ കറന്റ്. ആർമേച്ചർ കറന്റ് തന്നെയാണ് ഇതിൽ കൂടിയും പോകേണ്ടത്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് ഇറ്റ് ക്യാൻ എക്സാക്ട്ലി എന്തെങ്കിലും പറഞ്ഞോ? ഷോർട്ട് സർക്യൂട്ട് അല്ല ഐ ഹാവ് സം ഇഷ്യൂസ് വിത്ത് മൈ സ്പീക്കേഴ്സ്. സംശയം എനിക്ക് കേൾക്കുന്നില്ല. Can you please type the question in the chat box? Short circuited alle. Okay, I think you might have confused with the windings which are used inside the synchronous machine. Synchronous machine lum idepole pole shoe inde ullile ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് തന്നെയാണ് അവിടെയും പറയാം അല്ലെ? സിങ്ക്രോണസ് മെഷീന്റെ പോൾസിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്സ് തന്നെയാണ്. അവിടെ ഇതിന്റെ പർപ്പസ് വേറെ ആയിരുന്നു. സിങ്ക്രോണസ് മെഷീനിൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
സിങ്ക്രണസ് മെഷീനിലെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വെക്കുന്നത് എന്തിനായിരുന്നു? യെസ്, ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? ഡാമ്പർ, അതിനാണ് നമ്മൾ അതിനെ ഡാമ്പർ വൈൻഡിങ്സ് എന്ന് വിളിക്കാറുള്ളത്. ഡാമ്പർ വൈൻഡിങ്സ് ആണ് വിളിക്കാറുള്ളത്. അവിടെ ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും, അവിടെ ഒരു കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇൻ നോർമൽ ഓപ്പറേഷൻ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഡാമ്പർ വൈൻഡിങ്സ് ഈസ് സീറോ. അല്ലെ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ സിൻക്രണസ് മെഷീനിൽ എന്തെങ്കിലും ടെർമിനലിൽ, ഇലക്ട്രിക്കൽ ടെർമിനലിൽ എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ ലോഡ് അൺബാലൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡ് വ്യത്യാസം വരും അല്ലെ? ഇക്വലൈരിയ ക്രൈറ്റീരിയ ഒക്കെ വരച്ചിരുന്നപ്പോൾ ഓർമ്മയില്ലേ, എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ആവും. ആ ഫോൾട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് ആ സ്പീഡിലേക്ക് അബ്രപ്റ്റ്ലി എത്തില്ല, ഒന്ന് ഓസിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുക. ആ ഓസിലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പർ വൈൻഡിങ്സ് ഉപയോഗിച്ചത്. ഇറ്റ്സ് ക്ലിയർ? എന്തെങ്കിലും ഗ്രിഡിലോ അല്ലെങ്കിൽ സിൻക്രണസ് മെഷീന്റെ ടെർമിനലിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ, ഫോൾട്ടോ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഓസിലേഷൻ, സ്പീഡിലും വോൾട്ടേജിലും ഫ്രീക്വൻസിയിലും എല്ലാറ്റും ഉണ്ടാവുന്ന ആ ഓസിലേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പർ വൈൻഡിങ്സ് ഉപയോഗിച്ചിരുന്നത്. ആ ഡാമ്പർ വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടഡ് ആയിരുന്നു. Okay, that is in normal condition, in normal operating condition, if there is no disturbance, the synchronous machine is feeding the power to a load. ഒരു synchronous machine ഒരു ലോഡിലേക്ക് അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് കൊടുത്തിട്ട് കോൺസ്റ്റന്റ് പവറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡാമ്പർ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഉണ്ടായിരിക്കില്ല. റേറ്റഡ് സ്പീഡിൽ, റേറ്റഡ് വോൾട്ടേജിൽ, റേറ്റഡ് ഫ്രീക്വൻസിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമ്പർ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഉണ്ടായിരിക്കില്ല. Now if you have any fault and it is cleared within a few seconds, എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിട്ട് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ഇതിന്റെ സ്പീഡ് കൂടിയിട്ടുണ്ടാവും അല്ലെ? ആ സ്പീഡ് കൂടിയിട്ട് അത് തിരിച്ച് പഴയ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താൻ ഒരു ഓസിലേഷൻ വരും. ആ ഓസിലേഷൻ സമയത്ത് മാത്രം ആണ് ഡാമ്പർ വൈൻഡിങ്സിൽ കറണ്ട് ഉണ്ടായിരുന്നത്. ബട്ട് ഇൻ DC മെഷീൻ ദ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് വിൽ ഓൾവേസ് ഹാവ് ദ ആർമേച്ചർ കറന്റ്. ആർമേച്ചർ കറന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. ആർമേച്ചർ സീരീസ് ആയിട്ട് എന്നാലാണ് ഈ ആർമേച്ചർ കറണ്ട് കാരണം ഉണ്ടാവുന്ന ആർമേച്ചർ റിയാക്ഷനെ എക്സാക്ട്ലി നളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, തിയററ്റിക്കലി by employing the compensating windings, you can exactly nullify the armature reaction effect. Okay, compensating winding ആണ് ഏറ്റവും ബെസ്റ്റ് option for improving the commutation. But the problem with the compensating winding is it is highly costly. അത്ര പൈസ മുടക്കിയത് ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. ഇതിന്റെ ഒരു പോർട്ട് ഷൂവിന്റെ ഉള്ളിലെ സ്ലോട്ടുകൾ ഉണ്ടാക്കി, ഇവിടെ ആർമേച്ചറും ഉണ്ട് കേട്ടോ. ആർമേച്ചർ കണ്ടക്ടർ ഇവിടെ ഓൾറെഡി പോകുന്നുണ്ട്, ഇതിന്റെ ഉള്ളിൽ ഇവിടെ ആർമേച്ചർ കണ്ടക്ടർ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ സ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ട് സെയിം കറണ്ട് തന്നെ അതിലൂടെ ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞത് കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇറ്റ് ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് എ ഗുഡ് സൊല്യൂഷൻ ഫോർ സ്മോളർ റേറ്റഡ് മെഷീൻസ്. അത്രയും വലിയ റേറ്റിംഗ് ഉള്ള മെഷീൻസിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുള്ളൂ, കാരണം അത്രയും കോസ്റ്റ്ലി ആണ്. So about compensating winding in DC machine, they are housed inside the pole face and the current flowing through the compensating winding will be always the armature current. Is it clear? Yes. Nara jocha renal alle jocha renal, is it clear? Yes, yes. Okay, good. അപ്പൊ മറക്കരുത് കേട്ടോ, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് DC മെഷീനിലാണ് ഉള്ളത്. സിൻക്രണസ് മെഷീനിൽ നമ്മൾ ഡാമ്പർ വൈൻഡിങ് എന്നാണ് പറയാം. അതിനെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദ ടൈപ്പ് ഓഫ് മെഷീൻസ്. DC മെഷീനിലെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. Okay, I think with this question we'll conclude today's session. The polarity of interpoles for a DC generator must be ഇതിന്റെ ബാക്കിലുള്ള തിയറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേവ് ഷേപ്പ് ഓഫ് ദ ഫ്ലക്സ് ആൻഡ് ഹൗ ദ ഇന്റർപോൾ കറന്റ് ആർ എക്സാക്ട്ലി നള്ളിഫൈങ് ദ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, അത് വരച്ച് കാണിക്കാനും കൺവെൻഷനലി ഇക്വേഷൻസ് വെച്ച് എഴുതാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സോ യു ബെറ്റർ ടു നോ ദിസ് കൺസെപ്റ്റ്. ഇതിന്റെ ആൻസർ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. The polarity of interpoles for a DC generator must be same as that of the next main pole ahead in direction of rotation. മനസ്സിലായോ? Say this is your pole, main poles, north pole ഇവിടെ south pole, ഇത് മെയിൻ പോൾസ് ആണ് കേട്ടോ. ഇത് രണ്ടും ഇന്റർപോൾസ് ആണ് വിചാരിക്കാം. ഇത് രണ്ട് ഇന്റർപോൾസ്. ഇവിടെ ആർമേച്ചർ ഉണ്ട്. ഈ ആർമേച്ചർ ലെറ്റ് ഇറ്റ് ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഈ ആർമേച്ചർ കറങ്ങുന്നതെങ്കിൽ എന്ത് വേണം? ഇന്റർപോൾസിന്റെ പൊളാരിറ്റി എന്തായിരിക്കണം? സെയിം ആസ് ദാറ്റ് ഓഫ് ദ നെക്സ്റ്റ് മെയിൻ പോൾ. റൈറ്റിലേക്കാണ് തിരിയുന്നത് അല്ലെ? റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഈ ഇന്റർപോൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താ? സൗത്ത് പോൾ ആണ് അല്ലെ? അപ്പോൾ ഇത് സൗത്ത് പോൾ ആക്കണം, ഇത് നോർത്ത് പോൾ ആക്കണം.
ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് DC ജനറേറ്ററിൽ കേട്ടോ. മോട്ടറിലാണെങ്കിൽ ഓപ്ഷൻ ബി ആയേനെ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മോട്ടറിൽ സംഭവിക്കുക. ഓക്കെ, ഇപ്പൊ ജനറേറ്ററിലാണെങ്കിൽ റോട്ടർ തിരിയുമ്പോൾ ഏത് പോളാണോ, മെയിൻ പോൾ ഏതാണോ വരുന്നത് അത് തന്നെയായിരിക്കണം തൊട്ട് മുമ്പത്തെ ഇന്റർപോൾ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ ക്ലിയർ? യെസ്. So I hope it's already time. We'll conclude today's session. So before that, please keep in നമുക്കിന്ന് DC മെഷീൻ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. So we'll conduct one more tutorial session, not tomorrow, day after. Okay, മറ്റന്നാളായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. മറ്റന്നാൾ വൈകിട്ട് 7:30 ക്ലാസ് ഉണ്ടായിരിക്കുക, ട്യൂസ്ഡേ. One more thing, you have only exactly 1 month before the exam. പരീക്ഷയ്ക്ക് ഒരു മാസം മുന്നാണ് ഇപ്പോൾ ഉള്ളത്. സോ യു ഷുഡ് വർക്ക് ഹാർഡ് ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഫൈൻഡ് സം ടൈം ടു സ്റ്റഡി. പഠിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇനിയുള്ള ഒരു മാസം വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മോസ്റ്റ് എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദ ലക്ക്. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേ നമ്മൾ ബാക്കിയുള്ള മെഷീൻസ് ഒക്കെ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള മെഷീൻസ് എല്ലാതും നോക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മെഷീൻ സബ്ജക്ട് എല്ലാതും നോക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഡക്ഷൻ മെഷീൻ മാത്രമല്ല, ഇൻഡക്ഷനും സിൻക്രണസും ട്രാൻസ്ഫോമറും എല്ലാം നോക്കണം. അപ്പോൾ എല്ലാതും ഒന്ന് പഠിച്ച് വരണം കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. യാ, താങ്ക് യു.